ഓക്കെ. അപ്പോൾ ആ കോംപ്ലക്സിന്റെ ഇത് വെച്ചിട്ട് എങ്ങനെ ഇന്റഗ്രേഷൻ ചെയ്യുന്നതും കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പൊ സെഡ് എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ഐ ബി എന്ന് പറഞ്ഞ ഫോമിൽ എഴുതാം അല്ലെ? ഒരു റിയൽ പാർട്ട് പ്ലസ് ഐ ഇൻറ്റു ഇറ്റ്സ് കോഎഫിഷ്യന്റ്. ഈ ഐ ബി എന്ന് പറഞ്ഞതാണ് ഇതിന്റെ ഇമാജിനറി സൈഡ്. അതിൽ ബി എന്ന് പറഞ്ഞത് ഈ എയും ബിയും എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ സെഡ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് ഈ റിയൽ നമ്പർ പ്ലസ് ഐ ഇൻറ്റു അനദർ റിയൽ നമ്പർ എന്ന് പറഞ്ഞ രീതിയിൽ ഏതാണ്? ഓക്കെ. അപ്പൊ റിയൽ പാർട്ട് ഓഫ് സെഡ് എന്ന് പറഞ്ഞാല് എ, പിന്നെ ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഐന്റെ കോയിഫിഷ്യന്റിനാണ് നമ്മൾ ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ പിന്നെ ബാക്കിയുള്ളത് എന്താണ്? അതെന്താണ് ഈ കേസിൽ? സെഡിന്റെ കേസിൽ അത് ബി ആണ്. അപ്പൊ സെഡ് എന്ന് പറഞ്ഞത് ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാല് എന്താണ്? അതിന്റെ ഐനെ മൈനസ് ഐ എന്നാക്കി കൊടുക്കുക, എന്നിട്ട് കിട്ടുന്ന സാധനമാണ് എന്ത്? അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ്. അപ്പൊ ഇവിടെ ഐനെ മൈനസ് ഐ ആക്കിയാല് സെഡ് ബാർ ഈക്വൽ ടു എന്ത് കിട്ടും? എ മൈനസ് ഐ ബി എന്ന് കിട്ടും. ഓക്കെ. അപ്പം സെഡ് ബാറിന്റെ റിയൽ പാർട്ട് എന്ത് തന്നെയാണ്? എ തന്നെയാണ്. അതിന്റെ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്? ഇമാജിനറി പാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ ഇൻറ്റു ബാക്കി എന്താ ഉള്ളത് എന്ന്. അതെന്തായിരിക്കും? മൈനസ് ബി ആയിരിക്കും. ഇനി ഇതിന്റെ വേറെ പ്രോപ്പർട്ടി എന്താന്ന് വെച്ചാൽ സെഡ് ഇൻറ്റു സെഡ് ബാർ ചെയ്താൽ എന്താ കിട്ടുക? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. അതെന്താണ്? ഒരു റിയൽ നമ്പർ ആണ്, മോഡ് സെഡ് സ്ക്വയർഡ് ആണ്. ഓക്കെ. അത് എന്തുകൊണ്ടാണ് മോഡ് സെഡ് സ്ക്വയർ എന്നൊക്കെ പറയുന്നത്? നമ്മൾ ഇതിനൊരു ഒരു കാർട്ടീഷ്യൻ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ച് ഇത് ഐ, ഇത് റിയൽ ആക്സിസ് ആണെങ്കിൽ ഇത് എ കോമ ബി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ആണെങ്കിൽ എ കോമ ബി എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? സെഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി അല്ലെ? മേത്തലേക്ക് ബി സ്റ്റെപ്പ് എടുത്ത് ഇങ്ങോട്ട് എ സ്റ്റെപ്പും എടുത്ത് ഇത് ഐ ഇമാജിനറി ആക്സിസ് ആണെങ്കിൽ അപ്പൊ എ മൈനസ് ഐ ബി എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും എ കോമ മൈനസ് ബി അല്ലെ? മൈനസ് ബി സ്റ്റെപ്പ് താഴോട്ട് എടുത്ത് മൈനസ് ഐ ഡിറക്ഷനിൽ ബി സ്റ്റെപ്പ് താഴോട്ട് എടുത്താൽ എ മൈനസ് ഐ ബി. അപ്പൊ ഇതിന്റെ ലെങ്ത് ആണ് എന്ത്? ഈ വെക്ടറിന്റെ അല്ലെങ്കിൽ ഈ ലൈനിന്റെ ലെങ്ത് ആണ് മോഡ് സെറ്റ്. അതെന്താണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കുമല്ലോ. അതിന്റെ സ്ക്വയർഡ് ആണ് നമുക്ക് എന്ത് കിട്ടുക? ഇങ്ങനെ ചെയ്താൽ കിട്ടുക. ഇതൊക്കെ കോംപ്ലക്സ് നമ്പറത്തെ കൺസെപ്റ്റ് ആണ്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഓയിലേഴ്സ് ഫോർമുല. ഓയിലേഴ്സ് ഫോർമുല എന്താണ്? ഇ റൈസ് ടു ഐ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അത് അങ്ങനെ തന്നെ ആയിട്ട് പഠിച്ചു വെക്കാം. അതിന് പ്രൂഫ് പോലെ കാണിച്ചു തരാം, പക്ഷെ ഞാൻ ഇതിൽ തൽക്കാലം കാണിക്കുന്നില്ല, വെറുതെ ഇതിങ്ങനെ ലെങ്ത് കൂടി പോവുകയുള്ളൂ. ഇത് വെച്ചിട്ട് എനിക്ക് ചിലപ്പോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇതിപ്പം ഒരു എ ഈക്വൽ ടു ഒരു എക്സ് കോമ വൈ എന്നാണെങ്കിൽ ഒരു സർക്കിളിന്റെ ഭാഗമായിരുന്നെങ്കിൽ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞിട്ടല്ലേ നമുക്ക് എഴുതാൻ കഴിയാം? ഒരു ഐ ആക്സിസ് ആണെങ്കിൽ, ഐ ആക്സിസും ഇത് റിയൽ ആക്സിസും ആണെങ്കിൽ. ഞാൻ പറഞ്ഞ ഒരു യൂണിറ്റ് സർക്കിളിന്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു, യൂണിറ്റ് സർക്കിളിന്റെ എക്സ് ആണ് കോസ് എന്നും അതിന്റെ വൈ ആണ് സൈൻ എന്നും പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ കുറെ റിലേഷൻസ് ഉണ്ട്. ഏതായാലും ഇ റേസ് ടു ഐ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ, ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ. അപ്പൊ ഈ തീറ്റക്ക് പകരം നമ്മൾ എൻ തീറ്റ എന്നാണ് കൊടുത്തതെങ്കിൽ ഈ തീറ്റ കൊടുത്തടത്തൊക്കെ മാറ്റിയിട്ട് എൻ തീറ്റ എന്ന് എഴുതേണ്ടി വരും അല്ലെ? അപ്പൊ എങ്ങനെ വരിക? ഇ റേസ് ടു ഐ ഇൻറ്റു എൻ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ എന്ന് വരും. ഓക്കെ. അപ്പോ ഈ ഇ റേസ് ടു ഐ തീറ്റ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ നമ്മൾ ചെയ്താൽ എന്താവും? മൈനസ് ഐ സൈൻ തീറ്റയും പ്ലസ് ഐ സൈൻ തീറ്റയും ക്യാൻസൽ ആവും. അപ്പൊ 2 കോസ് തീറ്റ എന്ന് വരും അല്ലെ? അപ്പൊ അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ കോസ് തീറ്റന്റെ ഒരു എക്സ്പ്രഷൻ കിട്ടും. അപ്പൊ കോസ് തീറ്റ ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അതേപോലെ തന്നെ സൈൻ തീറ്റ ഈക്വൽ ടു എന്ത് എഴുതാം? ഇ റേസ് ടു ഐ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ഡിവൈഡഡ് ബൈ 2i എന്ന് കിട്ടും. ഡിവൈഡ് ബൈ 2i എന്നുണ്ടാവും. ഓക്കെ. ഇനി ഇ റേസ് ടു എ പ്ലസ് ഐ ബി എന്നാണെങ്കിൽ അതിനെ എങ്ങനെ എഴുതാം? ഈ എക്സ് റേസ് ടു എ ഇൻറ്റു എക്സ് റേസ് ടു ബിനെ എക്സ് റേസ് ടു എ പ്ലസ് ബി എന്ന് എഴുതിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനെ റിവേഴ്സ് എടുക്കുന്നത് പോലെ ഇ റേസ് ടു എ പ്ലസ് ഐ ബിനെ ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു ഐ ബി എന്ന് പറഞ്ഞിട്ട് ഏതാ?
ഇ റേസ് ടു എൻ അവിടെ തന്നെ വെച്ചിട്ട് ഇ റേസ് ടു ഐ ബി എന്ന് പറഞ്ഞത് ഈ ഫോർമുല ആയതുകൊണ്ട് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് പറഞ്ഞ ഫോർമുല ആയതുകൊണ്ട് എങ്ങനെ എഴുതാം? കോസ് ബി പ്ലസ് ഐ സൈൻ ബി എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ. ഇനി ഇ റേസ് ടു ഐ തീറ്റന്റെ റിയൽ പാർട്ട് കോസ് തീറ്റയും ഇ റേസ് ടു ഐ തീറ്റന്റെ ഇമാജിനറി പാർട്ട് എന്ന് തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഐന്റെ കോയിഫിഷ്യന്റ് ആണ്. അതെന്താണ്? സൈൻ തീറ്റയും. ഓക്കെ, അത് അത്രേ ഉള്ളൂ. പിന്നെ ഈ ട്രിഗ്നോമെട്രിയും ഈ ഓയിലേഴ്സ് ഫോർമുലയും നമ്മൾ അതിനെങ്ങനൊക്കെ യൂസ് ചെയ്യാന്നുള്ളതാണ് അടുത്ത പാർട്ടായിട്ട് പറയുന്നത്. അപ്പം ഇ റേസ് ടു ഐ എൻ തീറ്റനെ കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ എന്ന് ഏതാന്ന് പറഞ്ഞു. അപ്പൊ കോസ് എൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിയൽ പാർട്ട് ആക്കിയിട്ട് പറയാം. സൈൻ എൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇമാജിനറി പാർട്ട് ആക്കിയിട്ട് പറയാം. അപ്പം ഈ നമുക്ക് ഓക്കെ. അപ്പം ഈ സൈൻ ടു തീറ്റ എന്നുള്ളത് ഇതിന്റെ ഇമാജിനറി പാർട്ട് ആക്കി പറയാന്ന് പറഞ്ഞല്ലോ. അതുപോലെ കോസ് ടു തീറ്റ എന്നുള്ളത് ഇതിന്റെ ഒരു ഇമാജിനറി പാർട്ട് ആക്കിയിട്ട് പറയുന്നതാണ്. അപ്പൊ അതെങ്ങനെ വരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. ഇ റൈസ് ടു ഐ ഇൻറ്റു ടു തീറ്റ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു ഐ തീറ്റന്റെ സ്ക്വയർഡ് അല്ലെ? സ്ക്വയർ ചെയ്യുമ്പോൾ ആണ് ഈ ടു ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരുന്നത്. അപ്പൊ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റന്റെ സ്ക്വയർഡ്. അപ്പൊ അത് സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കോസ് സ്ക്വയർ തീറ്റ ഇതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരാം. മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഐ ഉള്ളതുകൊണ്ടാണ് മൈനസ് വരുന്നത്. പ്ലസ് ടു ഐ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരും അല്ലെ? അപ്പൊ ഇതിന്റെ റിയൽ പാർട്ട് എന്താ? കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അതെന്താണ്? കോസ് ടു തീറ്റ അല്ലെ? അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അതുപോലെ ടു സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സൈൻ ടു തീറ്റ ആണ്. അപ്പൊ ഇത് രണ്ട് രീതിയിൽ എനിക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. ഒന്ന് ഇപ്പൊ ഏതോ ഇന്റഗ്രേഷനോ കാര്യങ്ങളോ വരുന്ന സമയത്ത് സൈൻ ടു തീറ്റക്ക് പകരം എനിക്ക് വേണമെങ്കിൽ ഇമാജിനറി പാർട്ട് ഓഫ് ഇ റേസ് ടു ഐ ടു തീറ്റ എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്നോട് ഇപ്പൊ ആരോ സൈൻ ഫോർ തീറ്റന്റെ അല്ലെങ്കിൽ ഫൈവ് തീറ്റന്റെ ഫോർമുല ചോദിച്ചാല്, കോസ് ഫൈവ് തീറ്റന്റെ ഫോർമുല ചോദിച്ചാല് എന്ത് ചെയ്താൽ മതി? ഈ ഇ റേസ് ടു ഐ ഫൈവ് തീറ്റ ചെയ്തിട്ട് അതിന്റെ ഈ ഇമാജിനറി പാർട്ട് നോക്കിയാൽ സൈനിന്റെ ഫോർമുലയും കിട്ടും, റിയൽ പാർട്ട് നോക്കിയാൽ കോസിന്റെ ഫോർമുലയും കിട്ടും. ഓക്കെ. ഇനി ഇത് ഇന്റഗ്രേഷനിൽ നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത നോക്കുന്നത്. ഇപ്പൊ ഒരു ഇന്റഗ്രേഷൻ ഉണ്ട്, അതിന്റെ ഫോം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാല് ഈ ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് അല്ലെങ്കിൽ ഇ റൈസ് ഇന്റഗ്രൽ എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ്. അങ്ങനെ എന്ന് വെച്ചാൽ കോസിനും സൈനും പവേഴ്സ് പാടില്ല കേട്ടോ. കോസിനും സൈനും പവേഴ്സ് ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് പവർ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പവർ വരുമ്പോ ഈ ഫോർമുല യൂസ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞിരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു ട്രിക്ക് ഉപയോഗിക്കാം. അപ്പൊ ആ ട്രിക്ക് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പൊ നമുക്കൊരു ഇന്റഗ്രൽ കാണാൻ പറഞ്ഞു വിചാരിച്ചു, എ ഇൻറ്റു പി. അതിന്റെ ഇന്റഗ്രൽ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമ്മൾ ഒരു ആൽഫ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വാണ്ടിറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആൽഫ ഈക്വൽ ടു പി പ്ലസ് ഐ ക്യൂ. അതിൽ പിയും ഉണ്ട് പ്ലസ് ഐ എന്ന് പറഞ്ഞിട്ട് ഐ ക്യൂ എന്ന് പറഞ്ഞിട്ട് ക്യൂ ഉണ്ട് അല്ലെ? അപ്പൊ പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആൽഫന്റെ ഈ റിയൽ പാർട്ടാണ് പി. അപ്പൊ നമ്മൾ ഈ ഇന്റഗ്രൽ ഓഫ് എ ഇൻറ്റു പി ചെയ്യുന്നതിന് പകരം ഇന്റഗ്രൽ ഓഫ് എ ഇൻറ്റു ആൽഫ ചെയ്തെന്ന് വിചാരിക്കാം. അപ്പൊ അത് ചെയ്താൽ എന്താവും? ഇന്റഗ്രൽ ഓഫ് എ ഇൻറ്റു ആൽഫ ചെയ്യുന്ന സമയത്ത് അതിൽ ഇന്റഗ്രൽ ഓഫ് എ ഇൻറ്റു പി പ്ലസ് ഐ ഇന്റഗ്രൽ ഓഫ് എ ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞിട്ടാണ് വരിക അല്ലെ? ഇത് ഉള്ളിലേക്ക് ഇന്റഗ്രേഷൻ പോകുന്ന സമയത്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ആവുക എങ്ങനെയാണ്? ഇന്റഗ്രൽ ഓഫ് എ ഇൻറ്റു പി പ്ലസ് ഐ ഇന്റഗ്രൽ ഓഫ് എ ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ ഈ ഇന്റഗ്രൽ ഓഫ് എ ഇൻറ്റു ആൽഫ നമുക്ക് ചെയ്യാൻ എളുപ്പമാണെങ്കിൽ അത് ചെയ്തിട്ട് അതിന്റെ റിയൽ പാർട്ട് മാത്രം നോക്കിയാൽ നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ച സാധനം കിട്ടും. അപ്പോ ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് ഇത് ചെയ്യുന്നത് നമ്മൾ ഒന്ന് നോക്കാം. ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് ബി എക്സ് അല്ലെ? അപ്പൊ കോസ് ബി എക്സ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞ് ഇ റേസ് ടു ഐ ബി എക്സ് ആക്കിയിട്ട് എഴുതാന്ന് പറഞ്ഞാൽ അതിന്റെ റിയൽ പാർട്ട് അല്ലെ? അപ്പൊ ഈ ഇന്റഗ്രലിനെ നമ്മൾ എങ്ങനെ എഴുതും? ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് കോസ് ബി എക്സിന് പകരം നമ്മൾ ഇ റേസ് ടു ഐ ബി എക്സ് എടുത്ത്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നതിന്റെ റിയൽ പാർട്ട് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാവൂ. അത് കാട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ റിയൽ പാർട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് എഴുതിയത്. ഇ റേസ് ടു എ എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ ബി എക്സ് എന്ന് പറഞ്ഞാല് അതിനെ എങ്ങനെ എഴുതാം? അതിനെ ഇ റേസ് ഇത് മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ എക്സ്പോണന്റ് ആഡ് ചെയ്യുന്ന പോലെ ഉണ്ടാവും അല്ലെ? അപ്പൊ ഇ റേസ് ടു എ പ്ലസ് ഐ ബി ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞിട്ട് ഏതാ?
ഇ റൈസ് ടു പിന്നെ മാറി. അപ്പോ ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/a ഇ റൈസ് ടു എ എക്സ് പ്ലസ് സി അല്ലെ? അതേപോലെ ആ ഫോർമുല നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്താൽ എന്താ വരിക? 1/a പ്ലസ് ഐ ബി ഇൻറ്റു ഇ റൈസ് ടു എ പ്ലസ് ഐ ബി ഇൻറ്റു എക്സ് പ്ലസ് സി. പക്ഷെ നമുക്ക് ഇതിന്റെ എന്ത് മാത്രം മതി? റിയൽ പാർട്ട് മാത്രം മതി. അപ്പൊ റിയൽ പാർട്ട് കിട്ടാൻ എളുപ്പത്തിന് എന്ത് ചെയ്യും? ഈ ഡിനോമിനേറ്ററിൽ എന്താണുള്ളത് അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് കൊണ്ട് മേത്തലും താഴത്തും മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ ഡിനോമിനേറ്റർ റിയൽ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ മേത്തൽ എ മൈനസ് ഐ ബി വരും, അടിയിൽ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഐ ബി എക്സ് എന്ന് വരും. ഇത് നമ്മൾ ഇതിനെ രണ്ടെണ്ണാക്കി എഴുതിയതാണ്. ഓക്കെ, അപ്പൊ ന്യൂമറേറ്ററിൽ എ മൈനസ് ഐ ബി അവിടെ തന്നെ ഉണ്ട്, ഇ റൈസ് ടു എക്സ് അവിടെ, ഇ റൈസ് ടു ഐ ബി എക്സിനെ കോസ് ബി എക്സ് പ്ലസ് ഐ സൈൻ ബി എക്സ് എന്ന് പറഞ്ഞ് എഴുതി. ഡിനോമിനേറ്റർ റിയൽ ആയി, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലെ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നല്ലേ വരെ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നായിട്ട് വരും. അപ്പോ ഇത് റിയലാണ്, ഇത് റിയലാണ്. ഇനി ഇതിലത്തെ റിയൽ സാധനം മാത്രമാണ് നമുക്ക് വേണ്ടിയത്, ഇത് ഇൻറ്റു ഇതിന്റെ. അപ്പൊ അതിന്റെ റിയൽ മാത്രം വരിക എപ്പോഴാ? എ ഇൻറ്റു കോസ് ബി എക്സ് ചെയ്യുമ്പോഴും മൈനസ് ഐ ബി ഇൻറ്റു ഐ സൈൻ ഐ ബി ചെയ്യുമ്പോഴും. അപ്പൊ ഈ ഐയും ഐ ഇൻറ്റു ഐ എത്രയാണ്? -1 അല്ലേ? അപ്പൊ അത് റിയൽ ആയിട്ട് നമുക്ക് ഒരു ക്വാണ്ടിറ്റി കിട്ടും. അപ്പൊ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അപ്പൊ ആ മൈനസ് ഇൻറ്റു ഈ മൈനസ് ചെയ്യുന്ന സമയത്ത് പ്ലസ് ആവും അല്ലെ? അപ്പൊ നമുക്ക് ഇതിന്റെ റിയൽ പാർട്ട് മാത്രം നോക്കുമ്പോൾ എന്ത് കിട്ടും? എ ഇൻറ്റു കോസ് ബി എക്സ് പ്ലസ് ബി ഇൻറ്റു സൈൻ ബി എക്സ് ഇൻറ്റു നേരത്തെ ഉണ്ടായിരുന്ന ബാക്കി സാധനങ്ങൾ ഇ റൈസ് ടു എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ആ ഇന്റഗ്രലിന് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് നമ്മളിപ്പം ചെയ്തത് എന്ത് കേസാണ്? ഈ കോസ് ബി എക്സ് ഇൻറ്റു വേറെ ഇത് വരുന്നത്. അതുപോലെ തന്നെ സൈൻഡും ചെയ്യാം. സൈൻഡ് ചെയ്യുമ്പോൾ വരുന്ന ഡിഫറൻസ് എന്താണ്? നമ്മൾ ഇവിടെ ഇതിന്റെ എന്താണ് നോക്കിയത്? റിയൽ പാർട്ട് ആണ് നോക്കിയത്. സൈന് വരുമ്പോൾ അതിന്റെ ഇമാജിനറി പാർട്ട് മാത്രം എടുക്കുക. ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ എന്താ വരിക? എ ഇൻറ്റു ഇത് മൈനസ് ഐ ബി ഇൻറ്റു ഇത്, അതിൽ ഐ ഒഴിവാക്കിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ. ഇനി അടുത്തത് ഏത് ടൈപ്പ് ഇന്റഗ്രലുകളും ചെയ്യാം? ഈ കോസ് എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ്, ഇങ്ങനത്തെ ടൈപ്പ്, അല്ലെങ്കിൽ കോസ് എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ്, അല്ലെങ്കിൽ സൈൻ എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ്, അങ്ങനത്തെ ചെയ്യാം. അങ്ങനത്തെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ സൈന്റെയും കോസിന്റെയും ഫോർമുല ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ കോസ് തീറ്റ ഈക്വൽ ടു ഇ റൈസ് ടു ഐ തീറ്റ പ്ലസ് ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ ബൈ 2, അതാണ് യൂസ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് അതാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി? ഇത് യൂസ് ചെയ്യാണ്ട് കാരണം നമ്മൾ നേരത്തെ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്തത് എന്തുണ്ടായിരുന്നു എന്ന് വെച്ചാല്, നമ്മളിപ്പം കോസ് തീറ്റ എന്ന് പറഞ്ഞാല് ഇ റൈസ് ടു ഐ തീറ്റന്റെ റിയൽ പാർട്ട് ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ നമ്മള് ഇപ്പോ ഇതിന് പകരം ഞാൻ ഇ റൈസ് ടു ഐ എ എക്സ് എന്നും ഇതിന് പകരം ഇവിടെ ഇ റൈസ് ടു ഐ ബി എക്സ് എന്നും കൊടുത്തിട്ട് അതിന്റെ റിയൽ പാർട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ഇ റൈസ് ടു എ എക്സ് എന്ന് പറഞ്ഞാല് കോസ് എ എക്സും പ്ലസ് ഐ സൈൻ എ എക്സ് അല്ലെ? അതുപോലെ ഇ റൈസ് ടു ഐ ബി എക്സ് എന്ന് പറഞ്ഞാല് കോസ് ബി എക്സ് പ്ലസ് ഐ സൈൻ ബി എക്സ് അല്ലെ? അപ്പൊ അതിനെ രണ്ടിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? കോസ് എ എക്സ് കോസ് ബി എക്സ് മൈനസ് സൈൻ എ എക്സ് സൈൻ ബി എക്സ് പ്ലസ് ഐ ഇൻറ്റു കോസ് എ എക്സ് സൈൻ ബി എക്സ് പ്ലസ് കോസ് ബി എക്സ് സൈൻ എ എക്സ് എന്ന് കിട്ടും അല്ലെ? അപ്പൊ അതിന്റെ റിയൽ പാർട്ട് മാത്രം നോക്കിയാൽ ഇതാണ് അതിന്റെ റിയൽ പാർട്ട്. അതെന്തല്ല? കോസ് എ എക്സ് കോസ് ബി എക്സ് അല്ല, പ്ലസ് ഇങ്ങനെ ഒരു ടേമും കൂടി അവിടെ വരുന്നുണ്ട്, മൈനസ് സൈൻ എ എക്സ് സൈൻ ബി എക്സ് എന്ന്. അപ്പൊ നമ്മൾ ഈ കോസ് ഇങ്ങനത്തെ ഉള്ള ഒരു ഇന്റഗ്രലിനെ ഈ ഇങ്ങനെ ഇന്റഗ്രൽ ഓഫ് ഇതിന്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞിട്ട് എന്താക്കാൻ പറ്റില്ല? എഴുതാൻ പറ്റൂല. ഇതാണ് കാരണം അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്ന സമയത്ത് എക്സ്ട്രാ വേറെ ടേമുകളും വരുന്നുണ്ട്. അപ്പൊ ഈ കോസ് ഒറ്റക്ക് നിൽക്കുന്ന സമയത്ത് അങ്ങനത്തെ അടുത്തൊക്കെ എന്താക്കാൻ പറ്റുള്ളൂ? ഇത് ഇപ്പം കോസ് എ എക്സ് ഞാൻ പറഞ്ഞല്ലോ, ഈ ടൈപ്പ് ഇന്റഗ്രൽ ഇപ്പൊ ഇന്റഗ്രൽ ഇ റൈസ് ടു ഇത് ഇല്ലെങ്കിലും
നമുക്ക് അല്ലെ ഈ ടൈപ്പ് എന്ന് വെച്ചാല് ഇതാണ് ജനറൽ കണ്ടീഷൻ. ഇതിൽ എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാല് ഇന്റഗ്രൽ ഓഫ് കോസ് ബി എക്സ് എന്ന് പറഞ്ഞ ഫോമിലാവുമല്ലോ. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ നമുക്ക് എന്താക്കാം, ഈ ഇങ്ങനെ ചെയ്യാം. ഇതില് കറക്റ്റ് ഇങ്ങനെ തന്നെ വരണമെന്നില്ല. എന്ന് വെച്ചാൽ എന്റെ ഇവിടെ ഉണ്ടായിരുന്ന സാധനം വേറെ എന്തോ എന്ന് വിചാരിച്ചോ, അതിന് എനിക്കൊരു ഇ റൈസ് ടു എക്സ് എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം, അല്ലെ ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കൺസിഡർ ചെയ്യുന്നത്. അതല്ലാത്ത വിധം എന്താണ് ചെയ്യേണ്ടതെന്നാണ് അടുത്ത ഇന്റഗ്രൽ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു കോസിന്റെ മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ സൈനിന്റെ കോസിന്റെ മൾട്ടിപ്ലിക്കേഷന് സൈനിന്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്. അപ്പോ അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇന്റഗ്രൽ ഓഫ് കോസ് എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ഡി എക്സ് അല്ലെ. അപ്പൊ കോസ് എ എക്സിന് എങ്ങനെ എഴുതാം, ഹാഫ് ഇൻറ്റു ഇ റൈസ് ടു ഐ എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് ഐ എക്സ് എഴുതാം. അതുപോലെ കോസ് ബി എക്സിന് എങ്ങനെ എഴുതാം, ഹാഫ് ഇൻറ്റു ഇ റൈസ് ടു ഐ ബി എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് ഐ ബി എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, അതിൽ ഈ ഹാഫ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1/4 എന്ന് ഇവിടെ എഴുതി. പിന്നെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ എക്സ്പോണന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എളുപ്പമാണ്, കാരണം ജസ്റ്റ് പവർ ആഡ് ചെയ്യാണ് ചെയ്യല്ലേ. ഇ റൈസ് ടു ഐ എ എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഐ ബി എക്സ് എന്ന് പറയുമ്പോൾ ഇ റൈസ് ടു ഐ എ പ്ലസ് ബി ഇൻറ്റു എക്സ്. അതുപോലെ ഇതിനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ മൈനസ് ബി ഇൻറ്റു എക്സ് എന്ന് വരും അല്ലെ. ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും, മൈനസ് പുറത്തെടുത്താൽ മൈനസ് ഐ ഇൻറ്റു എ മൈനസ് ബി എക്സ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് പുറത്തെടുത്താൽ എ പ്ലസ് ബി ഇൻറ്റു എക്സ് അല്ലെ. അതില് ഇതിനെ നമ്മൾ കമ്പൈൻ ചെയ്താൽ എന്തായി, ഇ റൈസ് ടു ഐ എ പ്ലസ് ബി എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് ഐ എ പ്ലസ് ബി എക്സ്. ഇവിടെ ഉള്ള 1/4 ഇല്ലേ, അവിടുന്ന് ഒരു 1/2 ഞാൻ ഉള്ളിലേക്ക് എടുത്ത്. അപ്പോ അതെന്താവും, അത് കോസ് എ പ്ലസ് ബി എക്സ് ആയി മാറി അല്ലെ. അപ്പൊ അതുപോലെ ബാക്കിയുള്ള മറ്റേ രണ്ടിനെയും ഈ എ മൈനസ് ബി മൈനസ് എ മൈനസ് ബിനെ നമ്മൾ ഈ 1/2 കമ്പൈൻ ചെയ്തെടുത്താൽ അതെന്താവും, കോസ് എ മൈനസ് ബി എക്സ് എന്ന് വരും. പിന്നെ അപ്പൊ എനിക്കൊരു ഡൗട്ട് വരാം, ഇത് 1/4 ഇല്ലേ, ഒരു 1/2 അവിടെ കൊടുത്തിട്ട് ഒരു 1/2 അവിടെ കൊടുത്തിട്ടും എന്തുകൊണ്ട് ഇവിടെ ഒരു 1/2 ബാക്കി വന്നു. അത് 1/2 അങ്ങനെ കൊടുത്തതല്ല, അത് മനസ്സിലാവണമെങ്കിൽ ഇപ്പോ ഒരു കളർ എടുക്കപ്പോ ഏതാ, ഒരു 1/4 ഉണ്ട് എന്ന് വിചാരിച്ചു. ഇതിന് ഞാനിപ്പം എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുള്ള അതിലൊരു 1/2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ വരിക, 1/2 ഇൻറ്റു എ പ്ലസ് ബി ഹോൾ ബൈ 2 എന്ന് പറഞ്ഞിട്ടല്ലേ വരിക. അതെന്താണ് 1/2 ഇൻറ്റു എ ബൈ 2 പ്ലസ് ബി ബൈ 2. അപ്പൊ അതുപോലെയാണ് നമ്മൾ ചെയ്തത് അല്ലെ. ഇതും കമ്പൈൻ ചെയ്ത് എഴുതി, അതിന് ഒരു 1/2 കൊടുത്തപ്പോ അത് ഒരു എ പോലെ, ഇതും കമ്പൈൻ ചെയ്തപ്പോ അതൊരു ബി പോലെ. അപ്പൊ എ ബൈ 2 ബി ബൈ 2, ഇതിനൊരു 1/2 അങ്ങോട്ട് കൊടുത്തപ്പോ ബാക്കി ഒരു 1/2 ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇതിപ്പോ എന്തായി, കോസിന്റെ സൈനിന്റെ ഇന്റഗ്രൽ പോലെ അല്ലെ, കോസിന്റെ ഇന്റഗ്രൽ അത് എളുപ്പത്തിൽ നമുക്ക് അറിയാലോ. അപ്പൊ കോസ് ഇതിന്റെ ഇന്റഗ്രൽ ചെയ്ത് എന്ത് കിട്ടും, 1/a പ്ലസ് ബി സൈൻ എ പ്ലസ് ബി എക്സ് അല്ലെ. അതുപോലെ ഇതിന്റെ ഇന്റഗ്രൽ ചെയ്താൽ എന്ത് കിട്ടും, 1/a മൈനസ് ബി സൈൻ എ മൈനസ് ബി എക്സ് പ്ലസ് സി. ഓക്കെ, അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ആ ഒരു ഇന്റഗ്രൽ സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് സോൾവ് ചെയ്തൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ടെക്നിക്കുകളാണ്. ഇത് കണ്ടാൽ ഇതേ യൂസ് ചെയ്യാവൂ അല്ലെ മറ്റേത് കണ്ടാൽ മറ്റേതേ യൂസ് ചെയ്യാവുന്നല്ല. ഇത് നമ്മളെ ടൂൾ ബോക്സിൽ ഒരു ടൂൾ അധികം വെച്ച മാതിരിയാണ്. ഇതിപ്പോ നമ്മളെ കയ്യിൽ സ്ക്രൂ ഡ്രൈവർ ഉണ്ട് വിചാരിച്ചിട്ട് എല്ലാ സാധനവും സ്ക്രൂ ഡ്രൈവർ വെച്ച് തിരിക്കാനല്ലല്ലോ. ചിലത് ചെയ്യാൻ എളുപ്പം സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടായിരിക്കും, ചിലത് സ്പാൻഡർ വെച്ചിട്ടായിരിക്കും, അങ്ങനെ ഓരോന്നുണ്ടാവും. അപ്പൊ ഇത് എന്ന് പറഞ്ഞാല് നമ്മൾ ടൂൾസ് കൂട്ടുന്ന മാതിരിയാണ് നമ്മളെ ടൂൾ കിറ്റിൽ. അപ്പൊ പല മെത്തേഡുകൾ അറിയുന്നത് നല്ലതാണ്. അപ്പൊ ചില ഇന്റഗ്രൽ ചെയ്യാൻ ഈ മെത്തേഡുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം, ചില ഇന്റഗ്രൽ ചെയ്യാൻ സാധാ ബൈ പാർട്സ് ഉപയോഗിക്കുന്നതായിരിക്കും എളുപ്പം. അപ്പൊ നമ്മൾ ഓരോ മെത്തേഡുകൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അടുത്തത് ഇപ്പൊ ഈ കോസ് എം റൈസ് ടു എം എക്സ് ഇന്റഗ്രൽ, അല്ലെങ്കിൽ കോസ് റൈസ് ടു എം ഇൻറ്റു സൈൻ റൈസ് ടു എൻ, അല്ലെങ്കിൽ സൈൻ റൈസ് ടു എം, അങ്ങനത്തെ ഇന്റഗ്രൽ ആണെങ്കിൽ എന്താ ചെയ്യാന്നുള്ളത് നോക്കാം.
അതും സെയിം സാധനം തന്നെ. ഈ ഞാൻ പറഞ്ഞല്ലോ കോസിന് പവർ വരികയാണെങ്കിൽ അല്ലെ സൈനിന് പവർ വരികയാണെങ്കിൽ പിന്നെ ഈ റിയൽ പാർട്ട് എടുക്കുന്ന പരിപാടി അല്ലെ ഇമാജിനറി പാർട്ട് എടുക്കുന്ന പരിപാടി ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ കോസിന് മറ്റേ ഫോർമുല യൂസ് ചെയ്യണം, ഇ റേസ് ടു ഐ എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ എക്സ് ബൈ ടു എന്നുള്ളത്. ഇപ്പൊ കോസ് ക്യൂബിന്റെ ആണ് ചോദിച്ചെങ്കിൽ ഇവിടെ ഇന്റഗ്രൽ ഓഫ് 1/2 ഇ റേസ് ടു ഐ എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ എക്സ് അതിന്റെ ഹോൾ ക്യൂബ് അല്ലെ ഡി എക്സ്. അപ്പൊ അതിന്റെ ഹോൾ ക്യൂബ് എടുക്കുന്ന സമയത്ത് ഈ ക്യൂബിന്റെ ഫോർമുല നമ്മൾ അറിയണം. ക്യൂബിന്റെ ഫോർമുല അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? അറിയില്ല എന്ന് പറഞ്ഞാല് നമുക്ക് ഇതിന്റെ ഫോർമുല നമുക്ക് അറിയാലോ. ഇങ്ങനെ തന്നെയല്ലേ ഈ ഓൾ റേസ് ടു എന്ന് പറയുമ്പോ നമ്മുടെ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എൻ സി ആൽഫ എ റേസ് ടു ആൽഫ ബി റേസ് ടു എൻ മൈനസ് ആൽഫ ഒരു ഇതില്ലേ ബൈനോമിയൽ സീരീസ്, അത് അഡീഷൻ നമുക്ക് ബൈനോമിയലിന്റെ ഫോർമുല നമുക്ക് അറിയാലോ. അപ്പോൾ എങ്ങനെ വരിക? ഈ എ ക്യൂബ് പ്ലസ് എന്റെ ഒരു പവർ കുറയും ബിന്റെ ഒരു പവർ കൂടും, എ സ്ക്വയർ ബി ഇൻറ്റു 3c1 എന്ന് പറഞ്ഞാൽ 3 അല്ലേ, പ്ലസ് എന്റെ ഒരു പവറും കൂടിയും കുറയും ബിന്റെ ഒരു പവർ കൂടും, എ ബി സ്ക്വയർ 3c2 എത്ര? 3c2 3 ആണ്, പ്ലസ് ബി ക്യൂബ് അല്ലെ. അപ്പോ ആ ഫോമിലാണ് വരിക. അപ്പൊ അത് നമ്മള് ഇതിനെ എയും ഇതിനെ ബിയും ആയി കൺസിഡർ ചെയ്ത് എഴുതിയാല് എങ്ങനെ വരും? ഈ 1/2ന്റെ ക്യൂബ് എടുക്കുന്ന സമയത്ത് 1/8 പുറത്തെടുത്ത് എഴുതി, ബാക്കി എ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു എ സ്ക്വയർ ബി. ഇതാണ് അടുത്തൊരു സുഖം. ഇത് ഈ ഇങ്ങനെ എക്സ്പോണൻഷ്യൽ എഴുതുന്ന സമയത്ത് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായി പോവും? ഒന്ന് ക്യാൻസൽ ആയി പോകും. എന്ന് വെച്ചാൽ ഇപ്പൊ എ ഇൻറ്റു ബി എന്നാണെന്ന് വിചാരിച്ചു, ഇ റേസ് ടു ഐ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ എക്സ് എത്ര? 1 അല്ലേ. അതുപോലെ എ സ്ക്വയർ ബി എന്ന് വരുമ്പോ അപ്പൊ എന്താ വരിക? ഇ റേസ് ടു ഐ എക്സ് എന്നാ വരിക. അതുപോലെ എ ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താ വരിക? ഇ റേസ് ടു മൈനസ് ഐ എക്സ് എന്നാ വരിക. അപ്പം ഈ എക്സ്പോണൻഷ്യൽ ആയതുകൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ വെച്ച് എഴുതുന്ന സമയത്ത് ടേംസ് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ടേംസ് ആയിരിക്കും. അപ്പൊ ഇതെന്ത് കിട്ടും? ഇ റേസ് ടു 3ix എ ക്യൂബ് എന്ന് വന്നുകൊണ്ടാണ്. പിന്നെ എ സ്ക്വയർ ബിക്ക് എന്താ വരിക? 3a സ്ക്വയർ ബിക്ക് 3 ഇ റേസ് ടു ഐ എക്സ്, 3 എ ബി സ്ക്വയറിന് എന്ത് വരും? 3 ഇ റേസ് ടു മൈനസ് ഐ എക്സ്, ബി ക്യൂബ് എന്നുള്ളത് ഈ ഇ റേസ് ടു മൈനസ് 3ix എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ഇതിൽ നമ്മൾ ഇതും കമ്പൈൻ ചെയ്ത് എഴുതി. അപ്പം ഇത് ഒരു 1/4 ഇവിടെ ഒരു 1/2 ഇവിടെ ഒരു 1/2 ഇവിടെയും കൊടുത്താല് ഇതെന്താ വരിക? ഇത് കോസ് 3x ഫോർമുല അല്ലേ. പിന്നെ ബാക്കിയുള്ള സാധനം 3 ഇൻറ്റു ഇ റേസ് ടു ഐ എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് പറഞ്ഞാൽ 3 ഇൻറ്റു കോസിന്റെ ഫോർമുല അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1/4 ഇവിടെ ബാക്കി വെച്ച് ഇന്റഗ്രൽ ഓഫ് കോസ് 3x പ്ലസ് 3 കോസ് എക്സ് ഡി എക്സ് എന്ന് കിട്ടി അല്ലെ. ഇത് പിന്നെയും കോസിന്റെ ഇന്റഗ്രൽ ആണ്, നമുക്ക് എന്താണ് ചെയ്യാന് എളുപ്പമാണ്. ഓക്കെ, അപ്പോ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1/4 ഇത് ചെയ്യുമ്പോൾ ഒരു 1/3 അടിയിലേക്ക് വരും. കോസിന്റെ ഇന്റഗ്രൽ സൈൻ 8 വരും അല്ലെ. അതിൽ ഒരു 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/12 സൈൻ 3x പ്ലസ് 3/4 സൈൻ എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, അപ്പോ ഇതാണ്. ഇത് ജസ്റ്റ് ഒന്നും കൂടി ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ മൈൻഡിൽ വേണ്ടിയതാണ്. എന്ന് വെച്ചാൽ ഒരു സാധനം കാണുന്ന സമയത്ത് നമുക്ക് ഇത് ഇങ്ങനെയും ചെയ്യാന്നുള്ളത് നമ്മളെ മൈൻഡിൽ വരേണ്ടതാണ്. നമുക്ക് ചിലപ്പം ഇത് ചെയ്യുന്നതായിരിക്കും എളുപ്പം, ചിലപ്പം വേറെ ഏതോ ചെയ്യുന്നതായിരിക്കും എളുപ്പം, പക്ഷെ ഇങ്ങനെയും ചെയ്യാന്നുള്ളത്. ഓക്കെ.